ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാർക്കറ്റായ ഫോറക്സിനെ കുറിച്ചിട്ട് ഏതൊരു ബിഗിനർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എൻ്റെ പേര് എഡ്വിൻ, CLT അക്കാദമിയിലെ ചീഫ് മെൻറ്ററാണ്. 10 വർഷത്തോളമായിട്ട് ഫോറക്സ് ട്രേഡ് ചെയ്തു വരുന്നു. ഫോറക്സ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നാണ്. ആക്ച്വലി ഇവിടെ വിദേശ കറൻസികളാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അതായത് ചെറിയ പൈസയ്ക്ക് വിദേശ കറൻസികൾ വാങ്ങുകയും വലിയ പൈസയാവുമ്പോൾ അത് കൊടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ സംഭവിക്കുന്നത്. ട്രേഡിംഗ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് വ്യാപാരം എന്നാണ്. വ്യാപാരത്തിൻ്റെ ആവശ്യകത എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ വിലയ്ക്ക് നമ്മൾ എന്ത് സാധനം വേണമെങ്കിലും വാങ്ങാം, വലിയ വിലയ്ക്ക് വിൽക്കാം, നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. ഇതാണ് ട്രേഡിംഗ് എന്നതുകൊണ്ടും ഫോറക്സിലും അവിടെ ഉദ്ദേശിക്കുന്നത്. ഫോറക്സിൽ പ്രധാനമായിട്ടും കറൻസികളാണല്ലോ. ഉദാഹരണത്തിന് നമ്മളുടെ UAEയുടെ കറൻസി ദിർഹംസ് നമ്മളൊരു കുറച്ച് നാളുകൾക്ക് മുൻപ് വാങ്ങിയിരുന്നെങ്കിൽ അതൊരു 16-17 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. പിന്നീട് ഇന്ന് 2026 അത് സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 26 രൂപയ്ക്കാണ് സെല്ല് ചെയ്യാൻ സാധിക്കുക. അതായത് ഏകദേശം ഒരു ദിർഹത്തിന് 10 രൂപയുടെ വ്യത്യാസം നമുക്ക് കിട്ടി. ഇത്രയും പ്രോഫിറ്റ് നമ്മൾ ഒരു ദിർഹത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഉപയോഗിച്ചാലോ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഫിസിക്കലി ട്രേഡ് ചെയ്യാതെ ഡിജിറ്റലി ട്രേഡ് ചെയ്യാനായിട്ട് ഫോറക്സ് ട്രേഡിങ്ങിൽ ഇപ്പോൾ ഒരുപാട് അവസരങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാർക്കറ്റായ ഫോറക്സിൽ ഒരു ദിവസം ട്രേഡ് ചെയ്യപ്പെടുന്ന വോളിയം $7.5 ട്രില്യൺ ആണ്. അതായത് ഇന്ത്യയുടെ GDP ഒരു വർഷത്തിൻ്റേത് $4 ട്രില്യൺ മാത്രമാണ്. ഇന്ത്യയുടെ GDPയുടെ ഇരട്ടിയോളം വരും ഒരു ദിവസം തന്നെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഡോളറിൻ്റെ അളവ്. ആരൊക്കെയാണ് ഈ ഫോറക്സ് മാർക്കറ്റിൽ കൂടുതലായി പങ്കെടുക്കുന്നത്? റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാർക്കറ്റ് പ്ലെയേഴ്സ്, JP മോർഗൻ, ബ്ലാക്ക് റോക്ക് തുടങ്ങിയ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുക്കുന്നു. എന്തൊക്കെയാണ് ഫോറക്സ് മാർക്കറ്റിൽ പ്രധാനമായിട്ടും ട്രേഡ് ചെയ്യുന്നത്? പ്രധാനമായും ട്രേഡ് ചെയ്യുന്നത് കറൻസി പെയറുകളാണ്. കറൻസി അല്ല, കറൻസി പെയറുകൾ. ആദ്യം നമുക്ക് കറൻസി എന്താണെന്ന് നോക്കാം. കറൻസികളിൽ പ്രധാനമായും 8 മേജർ കറൻസികളാണ് ഉള്ളത്. യൂറോ, USD, GBP, JPY, ഓസ്ട്രേലിയൻ ഡോളർ AUD, NZD, കനേഡിയൻ ഡോളർ CAD, CHF, സ്വിസ് ഫ്രാങ്ക്. ഇങ്ങനെ 8 മേജർ കറൻസികളും ബാക്കി ലോകത്തിലുള്ള മറ്റെല്ലാ കറൻസികളെയും എക്സോട്ടിക് കറൻസികൾ എന്നാണ് പറയുന്നത്. ഇവർ പെയറുകളാവുന്ന കറൻസി പെയറുകളാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ നമ്മൾ പ്രധാനമായും ട്രേഡ് ചെയ്യുന്നത്. ഇതോടൊപ്പം ഫോറക്സിലേക്ക് കടന്നു വരുന്ന പലരും കമ്മോഡിറ്റീസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ, ഓയിൽ, അതോടൊപ്പം ക്രിപ്റ്റോ കറൻസികളായിട്ടുള്ള BTC, എതേറിയം തുടങ്ങിയവയെ ട്രേഡ് ചെയ്യുന്നതിനും ഈ മേഖലയിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായും ട്രേഡ് ചെയ്യുന്നത് കറൻസി പെയറുകളാണെന്ന് പറഞ്ഞു. കറൻസി പെയറുകളെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. യൂറോ USD വേൾഡിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യപ്പെടുന്ന കറൻസി പെയറാണ് യൂറോ USD. ഇവിടെ യൂറോ എന്നുള്ളത് ബേസ് കറൻസിയും US ഡോളർ എന്നുള്ളത് കോഡ് കറൻസിയുമാണ്. ബേസ് കറൻസി ആയ കാരണം കൊണ്ടും മൂല്യം കൂടിയത് കാരണം കൊണ്ടുമാണ് യൂറോയെ ആദ്യം എഴുതിയിരിക്കുന്നത്. യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ നമ്മൾ വാങ്ങിച്ചാൽ യൂറോയുടെ വില കൂടിയാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ വാങ്ങിയതിന് ശേഷം യൂറോയുടെ വില കുറഞ്ഞാൽ നമുക്ക് നഷ്ടം നേരിടാം. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് CFD ട്രേഡിംഗ് ആണ്. അതായത് കോൺട്രാക്ട് ഫോർ ഡിഫറൻസ്. കറൻസികൾ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. കറൻസികൾ തമ്മിലുള്ള വില വ്യത്യാസത്തെ നമ്മൾ ബൈ ചെയ്യുകയോ സെൽ ചെയ്യുകയോ ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. ഉദാഹരണത്തിന് യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയറിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ 1.14512. ഇതിൽ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ ഇതിൻ്റെ വാല്യൂ ഉയരുകയും യൂറോ USD എന്ന് പറയുന്ന കറൻസി പെയർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനും സാധിക്കും. CFD ആയതുകൊണ്ട് തന്നെ ഈ വില വ്യത്യാസങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്. യൂറോ എന്ന് പറയുന്ന ഈ കറൻസി നമുക്ക് പർച്ചേസ് ചെയ്യാൻ എത്ര ഡോളർ കൊടുക്കേണ്ടി വന്നു എന്നുള്ള വാല്യൂ ആണ് യൂറോ USD എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആയി ഇവിടെ നമ്മൾ എഴുതി കാണിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ഫോറക്സിൻ്റെ ബേസിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. എന്തൊക്കെ ഇവിടെ ട്രേഡ് ചെയ്യുന്നു, കറൻസികൾ, കമ്മോഡിറ്റീസ്, അതോടൊപ്പം തന്നെ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇനി നമ്മൾ പോകുന്നത് എങ്ങനെയാണ് ഇതിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുക. അതിന് നമ്മൾ ബ്രോക്കറിനെ ചൂസ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്.
അതൊക്കെയാണ് ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു വ്യക്തിക്കോ ഒരു രാജ്യത്തിനോ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല ഫോറക്സ് മാർക്കറ്റ്. അതിനാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിച്ചവർക്കറിയാം, അവിടെ ഏതാണോ ബ്രോക്കർ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൻ്റേതായ ആപ്ലിക്കേഷനും വെബ്സൈറ്റിലും ആയിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുക. എന്നാൽ ഫോറക്സിലേക്ക് വരുമ്പോൾ ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള MetaTrader, CTrader എന്നീ പ്ലാറ്റ്ഫോമുകളിലായിരിക്കും നിങ്ങൾ ട്രേഡ് ചെയ്യുക. കോമൺ ആയ ആളുകൾ യൂസ് ചെയ്യുന്നത് MetaTrader എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിനുള്ളിൽ നമുക്ക് നമ്മുടെ ബ്രോക്കറിനെ സെലക്ട് ചെയ്യാനും അക്കൗണ്ട് അതിൽ ഓപ്പൺ ചെയ്യാനും സാധിക്കും. MetaTrader എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇന്ന് അതിൻ്റെ വെർഷൻ Meta 5 എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ബ്രോക്കറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അവിടെ കമ്മീഷൻ, സ്പ്രെഡ് എമൗണ്ട് എത്രയാണ്, അതോടൊപ്പം ഇതിന് എങ്ങനെ അതിലേക്ക് നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുമുള്ള ഓപ്ഷൻസ് എങ്ങനെയാണ് എന്നൊക്കെ നോക്കി നമുക്ക് ബ്രോക്കറിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും ഒരുപോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് നോക്കേണ്ടതുണ്ട്. ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമ്മൾ ട്രേഡിംഗ് വ്യൂ ചാർട്ടാണ് കോമൺലി ബിഗിനേഴ്സ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് അത് ന്യൂസസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക. ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ടി നമുക്ക് ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റ്, investing.com, ട്വിറ്റർ എന്നിവ നമുക്ക് യൂസ് ചെയ്യാം. ഇതുവരെ നമ്മൾ പഠിച്ചത് ഫോറക്സ് മാർക്കറ്റിൻ്റെ ബേസിക്സ് ആണ്. ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്, എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാം, എന്താണ് പ്ലാറ്റ്ഫോം എന്നുള്ളവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോറക്സ് മാർക്കറ്റിലെ സ്ട്രാറ്റജീസും അനാലിസിസും ഡീപ്പായി ഡിസ്കസ് ചെയ്യാം. അതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഫോറക്സ് മാർക്കറ്റ് എന്നുള്ളത് അനന്ത സാധ്യതകളുള്ള ഒരു അവസരമാണ്. പഠിച്ചു ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് ലാഭമെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.